ഇതാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുറകുവശം. കാര്യം മുൻവശത്ത് കൂടെ വന്നാൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പുറകുവശത്ത് കൂടെ ഞാൻ വന്ന് വീഡിയോ എടുത്തിരിക്കുകയാണ്. എൻ്റെ എല്ലാ സ്വന്തക്കാരെയും കാണിക്കാനല്ല, അതായത് യൂട്യൂബ് ചാനലൊന്നും അല്ല, സാധാരണ കാരണം ഈ അമ്പലം അങ്ങനെ പുറത്തെ ആർക്കും അറിയത്തില്ല, നമ്മുടെ സ്വന്തക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ടിട്ട് നമ്മളൊന്ന് പറഞ്ഞിപ്പോൾ അറിമുപ്പെടുത്തി എല്ലാവരും വരുമല്ലോ. ഇവിടെ പ്രതിഷ്ഠ ഭഗവതിയാണ്, ഭദ്രകാളി അമ്മൻ. ഭദ്രകാളി അമ്മൻ ശിവപ്രതിഷ്ഠ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അകത്ത് കയറി ഒരു പ്രാവശ്യം ഞാൻ 4 വർഷത്തിന് മുമ്പ് വന്നപ്പോൾ കണ്ട് ഒരു ശിവപ്രതിഷ്ഠ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. എല്ലാവരും തൊഴുന്നുണ്ട്, ആ പൂജാരിയൊക്കെ. പക്ഷേ എല്ലാം ഉണ്ട് കേട്ടോ, ദേവസ്യമാണ്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങ് പോകണം. ഉള്ളിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം. പിന്നെ നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ കലി ഭഗവതിയുടെ നടയിൽ കല്ലുകൾ ഇങ്ങനെ പിറക്കി വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. പുറവശത്തൂടെ വന്നത് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇനി ദൈവം നീ മുൻവശത്തൂടെ വന്നില്ലല്ലോ പ്രാർത്ഥനയ്ക്ക് എന്ന് വിചാരിച്ച് കാണും. അതുകൊണ്ട് എന്തായാലും ഞാൻ പുറവശത്തൂടെ പോയി ഒന്ന് 2 കണ്ട കല്ലുകളൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ നേർച്ച, കല്ലുകൾ അടുക്കുന്നത്. അപ്പം വീട് കെട്ടാൻ ഉപകരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ട ഉള്ളിൽ കൂടെ പോയാൽ നമുക്ക് അകത്തേക്ക് കയറാം. എന്തായാലും ഇവിടെ 4-5 കല്ല് താഴെ കിടപ്പുണ്ട്, പെറുക്കി വെക്കാൻ പോവുകയാണ് ഞാൻ. ആര് ചെയ്താണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് വേണ്ടി താഴെ കിടക്കണം. എവിടെ വെക്കണ്ടേ നോക്കട്ടെ. ഞാൻ വീഴാതിരിക്കത്തില്ല, പക്ഷേ ഒരിത്തിരി ഞാനൊന്ന് ഇവിടെ വെച്ചിരിക്കുവാണ്. ഒരു 4 കല്ല് പെറുക്കി അതിൻ്റെ പൊക്കത്ത് വെക്കാം. ഞാൻ 2ാമത്തെ പ്രാവശ്യം വന്ന് വെക്കണേണ്. ആദ്യത്തെ പ്രാവശ്യം ദൈവം പ്രതീക്ഷിച്ചില്ല, ചിലപ്പം 2ാമത്തെ പ്രാവശ്യമെങ്കിലും എനിക്ക് വീട് വെക്കാനുള്ള യോഗം വരട്ടെ. കൂടുതൽ ഇതൊന്നും വേണ്ട, ആകെ 2 മതി. കാര്യം ഇത് മറിഞ്ഞ് വീഴുക വെച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം 2 നിലയായിട്ട് ഇരിക്കട്ടെ. കാറ്റ് വന്നാൽ ഇതൊക്കെ മറിഞ്ഞങ്ങ് വീഴും. കല്ലടുക്കി വെച്ചിരിക്കുന്ന ഇതിവിടുത്തെ പ്രതിഷ്ഠ. അമ്പലത്തിലെ ഇതാണ് പറമൽ. ഈ കല്ലിൻ്റെ താഴത്താണ് ദേവീനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് നമുക്ക് അപ്പുറത്തൂടെ പോയി കാണാം.